കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു പ്രഭാതം കൂടെ നമുക്ക് ദാനമായി നൽകിയല്ലോ. ദൈവത്തിന്റെ ദയയും വിശ്വസ്തതയും കരുണയും ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. യഹോവയെങ്കിലെ സന്തോഷം എന്നും നമ്മുടെ ബലമായിരിക്കട്ടെ. നമ്മുടെ മക്കളെല്ലാം യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവർ, അവർ സമാധാനം വലുതുമായിരിക്കട്ടെ. യഹോവയാൽ ഉപദേശിക്കപ്പെട്ട വചനപ്രകാരം നിൽക്കുന്ന ഒരു സമൂഹമാക്കി ദൈവം നമ്മളെ തീർക്കട്ടെ. വചനത്തിന് പ്രാധാന്യം കൊടുക്കാൻ, വചനത്തിന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി തീരാൻ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുവാൻ, പരിശുദ്ധാത്മാവ് ശക്തിയോടെ നമ്മുടെ മധ്യ ഇടപെടാൻ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അവിടുത്തെ ആത്മാവ് പരിവർത്തിക്കുന്നതിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ കുറവുകളും സഹോദരങ്ങളെ നമുക്കൊന്ന് ഏറ്റുപറയാം. നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ നമുക്കൊന്ന് താഴ്ത്തി ഏൽപ്പിക്കാം. താഴ്മയുള്ളവരെ ഉയർത്തുന്ന ദൈവം, താഴ്മയുള്ളവർക്ക് അധികം കൃപ നൽകുന്ന ദൈവം. താഴ്മയോടെ നടക്കാൻ, യഹോഭക്തിയോടെ നടക്കാൻ, വിശുദ്ധിയോടെ നടക്കാൻ, വിശ്വസ്തരായിരിക്കാൻ നമുക്കിടയാവണം. നമ്മെ തന്നെ നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഏടുകളിലും അവിടുത്തെ ചുവടുകളിൽ തന്നെയാണോ നമ്മൾ നടന്നതെന്ന് ശാന്തമായിട്ട് ഒന്ന് പരിശോധിക്കാം. എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെയായിരുന്നു എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? അതോ ആരാധിക്കുന്ന സമയത്തോ ആരാധനാലയത്തിൽ പോകുന്ന സമയത്ത് മാത്രമേയോ ദൈവത്തിന്റെ ചുവടുകൾ നമ്മളായിരുന്നു? എന്നാൽ കഴിഞ്ഞ 6 ദിവസം നമ്മുടെ ചുവടുകൾ എവിടെയായിരുന്നു? ദൈവമായിട്ട് ബന്ധമുണ്ടായിരുന്നോ? ദൈവമായിട്ടുള്ള ബന്ധത്തിന് വിഘാതം സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വന്നതെല്ലാം ഒന്ന് കണ്ടുണരണം. കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ ഒരു സ്വാധീനത്തിനും ഒരു ശക്തിക്കും ഒരു പാരമ്പര്യത്തിനും കഴിയത്തില്ലെന്ന് നമ്മളൊന്ന് ഉറപ്പാക്കണം. ഏതൊക്കെ സ്വാധീനങ്ങൾ വന്നാലും പുറകോട്ട് പിടിച്ച് വലിക്കുന്ന ശക്തികൾ, ലോകത്തിന്റെ ഇമ്പങ്ങൾ, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതൊന്നും ദൈവവും നാമുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാതെ വിശ്വസ്തരായി നിൽക്കാൻ, വിശുദ്ധരായി നിൽക്കാൻ, ആത്മീയരായി നിൽക്കാൻ, ദൈവവചനപ്രകാരം നിൽക്കാൻ പരിശുദ്ധാത്മാവ് നമ്മയെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ലോകം അതിന്റെ മോഹം ഒഴിഞ്ഞു പോകും. ഈ ലോകത്തിൽ നാം എന്ത് സമ്പാദിച്ചാലും അതിവിടം കൊണ്ട് തീരും. നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിന് ഒരു ചേഞ്ച് വന്നിട്ടുണ്ടോ? ഒന്നേൽപ്പിച്ചു കൊടുത്ത്, പിതാവേ, അങ്ങ് ഞങ്ങളെ ഒന്ന് പണിയണമേ, അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ ഞങ്ങളെ ഒന്ന് ഒരുക്കണമേ, അങ്ങയുടെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകൂ. നമ്മുടെ മേലുള്ള ദൈവപ്രവൃത്തികൾ ഈ ദിവസങ്ങളിലും വെളിപ്പെടുത്താൻ അവർക്ക് പ്രസാദമാണ്. അടുത്തെല്ലുവീൻ. ദൈവത്തോടടുത്ത് എന്നാൽ അവിടെ നമ്മളോട് അടുത്ത് വരും. ദൈവത്തോട് പറ്റിയിരിപ്പീൻ, ചേർന്നിരിപ്പീൻ. ദൈവത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വെളിപ്പെടുത്താൻ അവിടത്തേക്ക് ഇന്നും കഴിയും. വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല, വിശ്വസിക്കുന്നവൻ ദൈവത്തിന്റെ മഹത്വം കാണും. ഒടുക്കത്തെ നാളിലല്ല, ഇപ്പോഴും നിന്റെ വിഷയം നിർണായക ഘട്ടങ്ങളിലൂടെ പോകുകയാണ്. ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ലോകമോ ഡോക്ടേഴ്സോ കുടുംബക്കാരോ ചാർച്ചക്കാരോ
ആരൊക്കെ ഉപേക്ഷിച്ചാലും നടക്കത്തില്ലെന്ന് പറഞ്ഞാലും തമ്പുരാന്റെ വാക്കുകൾ ഇന്നും പ്രസക്തമാണ്. ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? ഞാനത് ചെയ്തിരിക്കുന്നു, എന്റെ കൈ നീട്ടിയിരിക്കുന്നു. ആ ദൈവശബ്ദം ഇന്നും നമുക്ക് വേണ്ടി മുഴങ്ങുകയാണ്. ധൈര്യത്തോടെ അവിടുത്തെ മുൻപാകെ നമുക്ക് അടുത്തെല്ലാം. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. 78-ാം സങ്കീർത്തനം 26-ാം വാക്യം. അവൻ ആകാശത്തിൽ കിഴക്കൻ കാറ്റ് അടുപ്പിച്ചു, തന്റെ ശക്തിയാൽ കിഴക്കൻ കാറ്റ് വരുത്തി. ഒന്ന്, കിഴക്കൻ കാറ്റ് അടുപ്പിച്ചു. 2, വരുത്തി. സ്തോത്രം. ഈ പകൽ പ്രാർത്ഥിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി ദൈവം ഒരു കാറ്റടുപ്പിക്കും. തന്റെ ജനത്തിന് 1 മാസം തിന്നുവാൻ സമുദ്രത്തിലെ മത്സ്യത്തെ എത്ര പിടിച്ച് കൂട്ടേണ്ടി വരുമെന്ന് മോശ ദൈവത്തോടൊരു ചോദ്യം ചോദിച്ചു. അതുപോലെ ചോദിച്ചൊരു ചോദ്യം, അതല്ല, എത്ര മാടുകളെ ഇവർക്ക് വേണ്ടി അറക്കേണ്ടി വരും. മാനുഷികമായി താൻ കണക്കുകൂട്ടി ദൈവം ചെയ്ത മാനുഷിക കണക്കുകൂട്ടലുകളെ പൊളിക്കുക. ഇന്ന് പകൽ ഇതെങ്ങനെ നടക്കും? ഇതിന് സാധ്യതയുണ്ടോ? രാജ്യങ്ങളെതിരെ, നിയമങ്ങളെതിരെ. മുമ്പിലുള്ള പ്രശ്നം സങ്കീർണമാണ്, വലുതാണ്, ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെയാണ് നമ്മുടെ എല്ലാം സാധ്യതകളെല്ലാം ദൈവം എടുത്ത് മാറ്റിയിട്ട് അസാധ്യമായൊരു ദൈവപ്രവൃത്തിയാണ് വരുന്നത്. ദൈവം ഒരു കാറ്റടുപ്പിക്കാൻ പോകുക. കാറ്റടുപ്പിച്ചാൽ ചിലത് വരും. ഒന്ന്, അടുപ്പിക്കുന്ന കാറ്റ് ചിലത് വരുത്തിത്തരുന്ന കാറ്റായി മാറാൻ പോകും. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കിടന്ന ലിവ്യാതാന്മാരുടെ തലകളെ തകർത്ത് അതിന് ചിറക് പിടിപ്പിച്ച് ഈ അടുപ്പിച്ച കാറ്റ് പിന്നെ കാടപ്പക്ഷിയെ അടിത്തട്ടിന്ന് വരുത്തുന്ന കാറ്റായി മാറുക. മനസ്സിലായോ? വരുത്തുകയാ. അടിത്തട്ടിൽ കിടക്കുന്ന ചിലതിനെ ഈ കാറ്റ് പുറത്തേക്ക് വരുത്തുകയാ. നിങ്ങളുടെ വിടുതലുകൾ അടിത്തട്ടിലാണ്. പൊങ്ങി വരാൻ പറ്റില്ല, അങ്ങനൊരു സാഹചര്യമില്ല, അങ്ങനൊരു സാധ്യത കാണുന്നില്ല. അതാണ് പറഞ്ഞത്, കണക്കൂട്ടിയാൽ അങ്ങനെ സംഭവിക്കില്ല. പക്ഷേ ഇന്നു പകൽ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ഒരു കാറ്റടിപ്പിച്ച് ചിലതിനെ വരുത്തിത്തരാൻ പോകുക. അടിത്തട്ടിലായ, പൊങ്ങി വരാൻ സാധ്യതയില്ലാത്ത, പറക്കാൻ പറ്റത്തില്ലെന്ന് നീ ചിന്തിക്കുന്ന ഇടത്ത് നിന്ന് ചിലതിനെ ദൈവം കാറ്റിന്റെ ശക്തിയാൽ പറപ്പിച്ച് നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് റിസൾട്ടാക്കി വരുത്തിത്തരാൻ പോകുകയാണ്. നിനക്ക് കയ്യെത്തിപ്പിടിക്കത്തക്ക രീതിയിൽ പാകത്തിൽ. ഇത് മനസ്സിലായോ? അടുപ്പിക്കുന്ന കാറ്റ് വരുത്തുന്ന കാറ്റായി മാറുകയാണ്. ഒന്നീ കാറ്റ് ചിതറിപ്പോയ അസ്ഥികളെ യോജിപ്പിച്ച കാറ്റായി മാറി. എസ്കേൽ പ്രവചനം നമുക്കറിയാം. 2, വരുത്തുന്ന കാറ്റായി മാറി. അങ്ങനെയെങ്കിൽ ചിതറിക്കിടക്കുന്ന നിന്റെ വിഷയങ്ങളെ ഒരുമിച്ച് നിർത്തുന്ന കാറ്റും അടിത്തട്ടിൽ കിടക്കുന്നതിനെ നിന്റെ വ്യക്തത്വമാക്കി മാറ്റുന്ന, പരിവർത്തനം ചെയ്യിപ്പിക്കുന്ന കാറ്റും ഇന്നു പകൽ വെളിപ്പെടാൻ പോകുക. വിശ്വസിക്കുന്നവർ ആമേൻ പറയൂ. കണക്കൂട്ടുകൾ മാറ്റിവെക്കൂ. നിങ്ങൾ ചിന്തിക്കുന്ന പോലല്ല നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ, തലമുറകളുടെ മേൽ, നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ, നിങ്ങളുടെ മിനിസ്ട്രിയുടെ മേൽ ദൈവപ്രവൃത്തി വരും. ചിന്തിക്കാത്ത രീതിയിൽ പരിശുദ്ധാത്മാവുന്ന കാറ്റടിക്കാൻ പോകുക. അത് പതിയുമ്പോൾ അസാധാരണമായ ദൈവപ്രവൃത്തി, അത്യുന്നതന്റെ ശക്തി വ്യാപരിക്കാൻ പോകുക.
മറിയ ചോദിച്ചത് എങ്ങനെയാ നടക്കുന്നത്? പ്രോസസ്സിംഗ് വേണമല്ലോ. ഒരു പ്രോസസ്സിംഗും വേണ്ട, ഒരു പ്രൊസീജിയറും വേണ്ട. അത്യുന്നതന്റെ ശക്തിയെ പരിശുദ്ധാത്മാവിന്റെ കാറ്റടിക്കുമ്പോൾ ഇതുവരെ കാണാത്ത ചില ദൈവപ്രവർത്തികൾ, ചരിത്രത്തെ കീറിമുറിക്കുന്ന ചില ദൈവപ്രവർത്തികൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കുടുംബങ്ങളുടെ മേൽ വെളിപ്പെടുകയാ. അടുപ്പിക്കുന്ന കാറ്റ്, വരുത്തുന്ന കാറ്റ്, ഇന്ന് പകൽ, ഈ പകൽ, ഈ പകൽ, ഈ പകൽ, ഈ പകൽ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വ്യക്തിയുടെ മേൽ, തലമുറകളുടെ മേൽ വ്യാപരിക്കുക. യേശുവിന്റെ നാമത്തിൽ മാറ്റം വരുത്തുന്ന കാറ്റ്, പരിവർത്തനങ്ങളുടെ ഒരു കാറ്റ് ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി വെളിപ്പെട്ടു വരുന്നു. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു. ആ കാറ്റ് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുക. പ്രാർത്ഥിക്കൂ, പ്രാർത്ഥിക്കൂ. ദൈവസാന്നിധ്യം ഇറങ്ങുന്ന പകൽക്കാലമാ. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗത്തിലും ഭൂമിയിലും സകലവിധ അധികാരവും ലഭിച്ച വാഴ്ത്തപ്പെട്ട കർത്താവേ, നിങ്ങളുടെ വചനത്തിന്റെ ശക്തി ഇന്ന് പകൽ ഈ മക്കളുടെ മേൽ വെളിപ്പെടുത്തുന്നതിന് സ്തോത്രം. കാറ്റടിപ്പിച്ച് ചീറിപ്പോയതിനെ ശേഖരിച്ച് അതിനെ വരുത്തി ഞങ്ങളുടെ പാളയത്തിലെത്തിക്കുന്ന, മാറ്റം വരുത്തുന്ന കാറ്റ്, അനുഗ്രഹം വർഷിപ്പിക്കുന്ന കാറ്റ്, പറത്തിക്കൊണ്ടുവരുന്ന കാറ്റ്, യോജിപ്പിച്ചു നിർത്തുന്ന കാറ്റ്, തർശീഷ് കപ്പലുകളെ ഉടച്ചു കളയുന്ന കാറ്റ്, സ്ട്രോങ് ആയി നിന്ന് വാദിക്കുന്ന, ഒരിക്കലും പിന്മാറത്തില്ലെന്ന് പറയുന്ന ശക്തമായ ചില അന്ധകാര മണ്ഡലങ്ങളെ തകർത്ത് കളയുന്ന ഈ കിഴക്കൻ കാറ്റുകൊണ്ട് തർശീഷ് കപ്പലുകളെ ഉടച്ചു കളയുന്നു എന്ന് പറയുന്നത് പോലെ ഇന്ന് പകൽ ചില ശക്തികളെ ദൈവം ഉടയ്ക്കുന്നതിന് സ്തോത്രം. തകർത്ത് ഞങ്ങൾക്ക് വേണ്ടി ദൈവം പാതയൊരുക്കുന്നതിന് സ്തോത്രം. മഹാശക്തിയുള്ള ഒരു കാറ്റടിപ്പിച്ച് സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി മാറ്റിയതുകൊണ്ട് സ്തോത്രം. വഴിമാറാത്തതിനെ വഴിമാറ്റുന്ന കാറ്റ് ഇന്ന് പകൽ ഞങ്ങൾക്ക് വേണ്ടി അടിക്കുന്നതിന് സ്തോത്രം. നിങ്ങളുടെ മഹത്വമുള്ള ഭുജം ഇറങ്ങിയിരിക്കാൻ സ്തോത്രം. ജനം വിടുവിക്കപ്പെട്ടിരിക്കാൻ സ്തോത്രം. വഴികൾ തുറന്നിരിക്കാൻ സ്തോത്രം. കാറ്റ് കടന്നതിനെ തെളിയിക്കുന്നതിന് സ്തോത്രം. ആകാശത്തിൽ വെളിച്ചം കാണുന്നില്ല, വെളിച്ചം ശോഭിക്കുന്നില്ല. പക്ഷെ കാറ്റ് കടന്ന് ചില റൂട്ടുകൾ തെളിയിക്കുന്നതിനാൽ, ചില വഴികൾ തെളിയിക്കുന്നതിനാൽ, ഇരുളിനെ മാറ്റി വഴി ഓപ്പണാക്കുന്ന കാറ്റ് ഇന്ന് പകൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തന്നെ. ആമേൻ, ആമേൻ. സർവശക്തിയുള്ള ദൈവത്തിന്റെ കരം സഹോദരങ്ങളെ നമുക്ക് വേണ്ടി ഇന്ന് പകൽ ആഞ്ഞു വീശുകയാണ് ആ കാറ്റ്. ആ കാറ്റ് വീശിയാൽ റൂട്ട് തെളിയിക്കപ്പെടും, ഒരുമിച്ച് നിൽക്കും ചിതറിപ്പോയത്. ആ കാറ്റ് വന്നാൽ നിന്റെ വാഗ്ദത്തങ്ങൾ നിന്റെ കൂടാരത്തിലേക്ക് വരുത്തിത്തരും. ആ കാറ്റ് വന്നാൽ വഴിമാറാത്ത ചെങ്കടൽ വഴിമാറും. ഇന്ന് പകലും ആ കാറ്റടിപ്പിക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ ആമേൻ പറയൂ. ഈ വചനങ്ങൾ ആരോട് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു.